ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗോമതിയുടെയും ബാലന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം കേട്ടോ. അപ്പൊ അതിനുമുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോയാലോ. അങ്ങനെ നമ്മുടെ ദേവി ആണെങ്കിലുണ്ടല്ലോ, വല്ലാത്തൊരു ദേവിയായി പോയല്ലേ. എന്തൊക്കെ പ്രതീക്ഷിച്ചിട്ടായിരുന്നു നമ്മുടെ ആകാശിന്റെ അമ്മായി അച്ഛനെ വിളിച്ചു വരുത്തിയത്. വേറെ ഒന്നുമല്ല, നമ്മുടെ ദേവിയുടെ മുമ്പിൽ വെച്ച് മീനാക്ഷിയുടെ അച്ഛനെ വളരെ നല്ല രീതിയിൽ തന്നെ സൽക്കരിക്കണം. മാത്രമല്ല, ദേവിയുടെ വായിൽ നിന്ന് എന്തെങ്കിലും വീണാല് അവിടെ വലിയൊരു പ്രശ്നം ഉണ്ടാക്കണം. അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നതാ. മറ്റേ മല പോലെ വന്നത് എലി പോലെ പോയി എന്നൊക്കെ കേട്ടിട്ടല്ലേ, അതുപോലെ തന്നെ ആയിട്ടുണ്ട്. മല പോലെ വന്ന നമ്മുടെ മീനാക്ഷിയുടെ അച്ഛൻ പൂച്ച പോലെ എലി പോലെ പോയിട്ടുണ്ട്. അങ്ങനെ ഒരു കഴിവ് ദേവിക്കുണ്ട്. അപ്പം ദേവി തന്ത്രപരമായിട്ട് നിന്ന്, ദേവിക്ക് അറിയാം അവിടെ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു പ്രശ്നം തന്നെയാകും. വെറുതെ എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത്? മാത്രമല്ല, തനിക്ക് നല്ല പേര് കേട്ടോണ്ടിരിക്കുകയാണല്ലോ. അപ്പം ദേവി ഒരു പ്രാവശ്യം അങ്ങനെ പറഞ്ഞു. അപ്പൊ വീണ്ടും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ദേവിയുടെ നല്ല പേരങ്ങ് പോകും, ഒരു ചീത്തപ്പേരാകാനും വഴിയുണ്ട്. അപ്പൊ അതുകൊണ്ട് ദേവി തന്ത്രപൂർവ്വം നിന്നു, പറയാനൊന്നുമില്ല. നല്ല വൃത്തിയായിട്ട് നാടകം കളിച്ച് തന്നെ നിന്നു. ഇനിയിപ്പം തന്നെ ഈ മുഖത്ത് തല്ലിയാലും ഈ മുഖം കാണിച്ചു കൊടുക്കുന്ന രീതിയിൽ തന്നെ നമ്മുടെ ദേവി നിന്നത് വല്ലാത്ത ഒരു അത്ഭുതമായി പോയിട്ടോ. നമ്മുടെ ആകാശാണെങ്കിൽ ഇതിന്റെ പേരിൽ അങ്ങോട്ട് പിടിച്ചു വലിയ പ്രശ്നം ഉണ്ടാക്കാൻ നിന്ന ആകാശോ എന്ത് ചെയ്യാന്, ഒരു പ്രശ്നവും ഇല്ലാതെ പോകേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പം അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുത്ത നമ്മുടെ ദേവിക്ക് ഇനിയും നല്ല പേര് മാത്രമാണ് ഉണ്ടാകുന്നത് കേട്ടോ. പക്ഷെ നമ്മുടെ ദേവിയുടെ കള്ളവും കൗശലവും ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ തീരാന്നുള്ളതേ ഉള്ളൂ ഈ നല്ല പേര്. ചീത്ത പേരിലേക്കുള്ള പോക്കുമായി പോകും. ഏതായാലും ദേവിയുടെ കള്ളത്തരമൊന്നും ഉടനെ കണ്ടുപിടിക്കാത്തത് കൊണ്ട് തന്നെ ദേവി തട്ടി മുട്ടിയൊക്കെ അങ്ങ് പോകും. ദേവി നല്ല പതിവ്രതയൊന്നും അല്ല. ദേവിയുടെ കയ്യിലും ഉണ്ട് കുറെ വക്രത്തരങ്ങളും കുരുട്ടു ബുദ്ധികളും ഒക്കെ. ഏതായാലും ദേവിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാനും പറ്റത്തില്ല. അങ്ങനെ അവിടെ വന്നിട്ട് നമ്മുടെ മീനാക്ഷിയുടെ അച്ഛൻ പോവുകയാണ് കേട്ടോ. അപ്പം മീനാക്ഷിയുടെ അച്ഛൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മുടെ രാമേട്ടൻ പറയാനുണ്ടോ, മോളെ നീ ഏതായാലും നല്ല രീതിയിൽ തന്നെയാ കൈകാര്യം ചെയ്തത്. ഞാൻ ഓർത്തതുണ്ടല്ലോ, മിക്കവാറും ഇവിടെ ഇന്ന് രണ്ടിലൊന്ന് നടക്കുന്ന. ആ കസേരയെ കയറി ഇരിക്കാൻ തുടങ്ങിയപ്പോ എന്റെ നെഞ്ചിനകത്ത് ടക്ക് ടക്ക് ടക്കുന്നൊരു ഒച്ച കിട്ടും. പക്ഷേ മോൾ അത് തന്ത്രപൂർവ്വം കൈകാര്യം ചെയ്തു. അല്ല കേട്ടില്ല രാമ, ഞാൻ ഇപ്പൊ പറയേണ്ട കാര്യമില്ലല്ലോ, നീ കണ്ടില്ലേ? ഇതുപോലൊരു മരുമകളെ കിട്ടിയ ബാലനുണ്ടല്ലോ, ഭാഗ്യം ചെയ്തവൻ തന്നെയാ. ഇനിയിപ്പം ബാലൻ ഇല്ലെങ്കിലും വളരെ വൃത്തിയായിട്ട് എൻ്റെ ദേവിമോളെ നീ കട കൊണ്ടുപോകും. അപ്പൊ അതിനിടയിലായിട്ട് നമ്മുടെ മീനാക്ഷിയുടെ അച്ഛനാണെങ്കിൽ ദേവീനെ ഈ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ദേവിയുടെ വായൊന്ന് തുറന്നു കിട്ടണം, അതിനുവേണ്ടി വേറെ ഒന്നുമല്ല. നമ്മുടെ മീനാക്ഷിയുടെ അച്ഛൻ പറഞ്ഞത്, ബാലൻ ഇരിക്കുന്ന ആ ഐശ്വര്യം ഒരിക്കലും കടയ്ക്ക് ഏതായാലും ഉണ്ടാവില്ല. സ്വന്തം കടയില് സ്വന്തം ആളിരിക്കുന്ന പോലെ ആവുമോ മറ്റൊരാളെ ഏൽപ്പിക്കുമ്പം? സ്വന്തം കട ആവില്ലല്ലോ. എത്രയാണെങ്കിലും എന്താണെങ്കിലും ദേവിയുടെ സ്വന്തം കടയല്ലല്ലോ. ബാലൻ ഇരിക്കുന്ന പോലെ ആ ഒരു ഇത് വരില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തപ്പോ ഇങ്ങനെ ഈ ഒരു എന്താ പറയാ, നമ്മുടെ അങ്ങോട്ട് ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ട് ദേവി സമീപനം പാലിച്ചു. ദേവി ഒരു കമാന്നൊരു അക്ഷരം മിണ്ടിയില്ല. കൈകളൊക്കെ മുറുകെ പിടിച്ച് എന്റെ ഈശ്വര, എന്റെ ഭഗവതി കാത്തോണേ എന്ന് പറഞ്ഞോണ്ടാ ദേവി നിന്നത്. അതുകൊണ്ട് തന്നെയാണ് സത്യത്തിൽ പ്രശ്നമൊന്നും ഇല്ലാതെ അങ്ങോട്ട് രമ്യതയിൽ അങ്ങ് പോയത്. ഏതായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ മീനാക്ഷിയുടെ അച്ഛൻ വീട്ടിൽ ചെന്നു. വലിയ എന്തോ സംഭവം ഉണ്ടാകും എന്നൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു മീനാക്ഷിയുടെ അമ്മയ്ക്കും. വേണ്ട, നിങ്ങൾ പോകണ്ട, നമ്മുടെ മകൾക്ക് തന്നെ ദോഷം എന്നൊക്കെ പറഞ്ഞായിരുന്നു. എങ്കിലും പുള്ളിക്കാരൻ രണ്ടും കൽപ്പിച്ച് അങ്ങ് ചെന്നതാണല്ലോ. അപ്പൊ അവിടെ ചെന്ന ഉടനെ പേടിച്ച് പരിഭ്രമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് മീനാക്ഷിയുടെ അമ്മ. അപ്പം ചെന്ന ഉടനെ തന്നെ എന്താ പറ്റിയത്? അല്ല അവിടെ പോയിട്ട് വല്ല പ്രശ്നവും നടന്നോ എന്നിങ്ങനെ വെപ്രാളത്തോടു കൂടി ചോദിച്ചപ്പം, എന്ത് ചെയ്യാൻ, അവിടെ പോയിട്ട് എന്ത് പ്രശ്നം നടക്കാനാ? ആ പെണ്ണിനെ കുറിച്ച് എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങോട്ട്. അല്ല, ആ പെണ്ണ് ഞാൻ അന്ന് ചെന്ന് കഴിഞ്ഞപ്പോ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? കടയിലിരിക്കാൻ പാടില്ല, നിൽക്കാൻ പാടില്ല, അപ്പൊ തന്നെ പോണം, ഇത് കടയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവളിപ്പോ കാലു മാറിയിരിക്കാം. അതും ആകാശന്റെ മുമ്പിൽ വെച്ച് ഞാൻ അങ്ങ് അയ്യടാന്നായി പോയില്ലേ. കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞതൊക്കെ വെറുതെയാന്ന് ഇനി ആകാശ് ഓർത്ത് കാണുമെന്നും അറിയില്ല. അല്ല, അതെന്താ അങ്ങനെ അവള് പറഞ്ഞത്? അതൊന്നും എനിക്കറിയില്ല. ഏതായാലുവേ ഈ പറയുന്ന ദേവി നിൽക്കാൻ പഠിച്ചവള് തന്നെയാണ്. കക്കാൻ പഠിച്ചവളാണ് നിൽക്കാൻ പഠിക്കുന്നത് കേട്ടിട്ടില്ലേ നീ? അതുപോലെ അവള് നിൽക്കാൻ പഠിച്ചവളാ. അതുകൊണ്ട് തന്നെയാ അവള്
ആ ഒരു സമയത്ത് എന്നോട് അങ്ങനെ പെരുമാറിയത്. ഞാൻ അവളെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറയാത്ത കാര്യങ്ങളൊന്നുമില്ല. എന്നിട്ടോ അവള് കുലുങ്ങിയിട്ടില്ല. ഞാൻ പറഞ്ഞു, അവൾ ഈ കടയിൽ ഇരിക്കുന്നത് കൊണ്ട് ഒരൈശ്വര്യമില്ല കടയ്ക്ക്. മാത്രമല്ല സ്വന്തം കടയല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവളെ ഇങ്ങനെ കുത്തി കുത്തി ഇളക്കാൻ നോക്കിയിട്ടൊന്നും കുത്തി ഇളകിയില്ല അവള്. അതാണ് പറയുന്നത്, അവളെ സൂക്ഷിക്കണം. അവൾ ആരാ സാധനം എന്നറിയാമോ? ബാലന്റെ അപ്പുറം കണ്ടവളാ അവള് എന്നൊക്കെ പറയാ. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ആകാശാണെങ്കിൽ എന്ത് ചെയ്യുമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുക കടയില്. മീനാക്ഷിയുടെ അച്ഛൻ പോയല്ലോ, വല്ലാത്തൊരവസ്ഥയായി പോയി. കാരണം അവിടെ വലിയൊരു പ്രശ്നം ഉണ്ടാവുന്ന ഓർത്തപ്പം ആകാശ് ഇങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോഴത്തേക്കും ദേവി എന്താ പറ്റിയത്? അല്ല ആകാശ് എന്താ ആകാശ് എന്തോ വിഴുങ്ങി എന്തോ ആളെ പോലെ ഇങ്ങനെ ഇരിക്കുന്നത്? അല്ല ധർമ്മ മാമ കുന്തം വിഴുങ്ങിയ ആളെന്നാണോ പറയുന്നേ? അങ്ങനെ കണ്ടൊരു പഴഞ്ചുണ്ടുണ്ടല്ലോ. അല്ല അതുപോലെയാണല്ലോ ഇപ്പൊ ആകാശം നിൽക്കുന്നത്. അല്ല ആകാശം എന്താ ഒന്നും മിണ്ടാത്തത്? അല്ല മറ്റേ ആളെ കാണാൻ പോയപ്പോഴത്തേക്കും എന്തെങ്കിലും നടന്നോ? എന്താ പറ്റിയത്? ആകാശിന്റെ അമ്മായിച്ചൻ വന്നിട്ട് ആ ഒരു സന്തോഷം മുഖത്ത് കാണുന്നില്ലല്ലോ. ഞാൻ നല്ല രീതിയിലല്ലേ ആകാശയെ സൽക്കരിച്ച് വിട്ടത്? അല്ല ആകാശം മനസ്സിൽ വിചാരിക്കുന്നത് പോലെ നല്ല രീതിയിൽ തന്നെ ഞാൻ സൽക്കരിച്ചില്ലേ? വളരെ മാന്യമായിട്ട് പെരുമാറിയില്ലേ? അതുപോലെ ആകാശയായ എന്നും പറഞ്ഞ് ആകാശിനെ അങ്ങോട്ട് വാരുകയാണ്. ആകാശം എന്ത് പറയാനാണ്? ആകാശിന് പറയാൻ പറ്റത്തില്ലല്ലോ. വളരെ നല്ല രീതിയിൽ ഗംഭീരമായിട്ട് തന്നെയാണല്ലോ പെരുമാറിയത്. ആകാശ് ഇത് എന്തപ്പാ ഇങ്ങനെ? അല്ല ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ ഞാൻ പ്രതീക്ഷിച്ചത്. എന്തായിരിക്കും ഇപ്പൊ നടന്ന സംഭവം? അല്ല ഏടത്തേക്ക് എന്താ ഇങ്ങനെ ഒരു മാറ്റം എന്നൊക്കെ നമ്മുടെ ആകാശം ഇങ്ങനെ ചിന്തിക്കുക. അപ്പം ധർമ്മം പറഞ്ഞു, എടാ അപ്പം ദേവി അങ്ങോട്ട് മാറിപ്പോയപ്പോഴാട്ടോ പറഞ്ഞത് ആകാശിനോട്, എടാ ആകാശേ നീ വിചാരിക്കുന്ന പോലെ അല്ലടാ ദേവി. സത്യം പറയാലോ അവളെ ഈ കടയാകും മാറ്റിക്കളഞ്ഞു. ഞാന് ഓർത്തിരുന്നത് ഈ കടയിൽ എൻ്റെ അളിയനില്ലായിരുന്നെങ്കിൽ ഒരടി സ്റ്റെപ്പ് മുന്നോട്ടേക്ക് ആർക്കും വെക്കാൻ പറ്റില്ലെന്ന. പക്ഷെ അതൊന്നും അല്ലാട്ടോ, അവള് മിടുക്കത്തി. അതുകൊണ്ടല്ലേ അല്ല നിന്റെ അമ്മായിയച്ഛനോട് തന്നെ പെരുമാറിയത് കണ്ടില്ലേ? ഓ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലാട്ടോ എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ആകാശ് പറഞ്ഞ്, ധർമ്മമാമ കൂടുതൽ തള്ളരുത് കേട്ടോ, എനിക്ക് മനസ്സിലാവുന്നുണ്ടല്ല. ഇപ്പം ദേവീനെ അങ്ങ് ദേവിയടത്തിനെ അങ്ങ് അസ്ഥിക്ക് പിടിച്ചേക്കാണെന്ന് തോന്നുന്നു. നല്ലത് കണ്ടാലും ചീത്ത കണ്ടാലും ഞാൻ പറയേണ്ടത് പറയും ആകാശെ, പറയാതിരിക്കാൻ പറ്റത്തില്ല. നല്ലതാണെങ്കിൽ നല്ലതെന്നും ചീത്തയാണെങ്കിൽ ചീത്തയാണെന്നും ഞാൻ പറയും. നല്ലതാണെങ്കിൽ നല്ലതെന്നും ചീത്തയാണെങ്കിൽ ചീത്തയാണെന്നും ഒക്കെ പറഞ്ഞു. പക്ഷേ ഈ നാടകം എൻ്റെ അടുത്ത് പറ്റത്തില്ല. ഈ നാടകം വലിയ രീതിയിൽ കളിക്കാനും ഞാൻ നിൽക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പം വീണ്ടും നമ്മുടെ ദേവി പറയുന്നുണ്ട്, ആകാശം എന്ത് പറ്റിയ ഒരു മുറുമുറുപ്പൊക്കെ? ആകാശ് ഇനി എവിടെയെങ്കിലും ആകാശിന് പോകാനുണ്ടോ? ആരെങ്കിലും കാണാൻ പോകാനുണ്ടെങ്കിൽ പൊക്കോട്ടോ, ഒരു പ്രശ്നവും ഇല്ലെന്ന്. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ദേവീനെ കാണിക്കുന്നുണ്ട്. ദേവിയല്ല സോറി, ഗോമതീനെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഗോമതി ആണെങ്കിൽ നമ്മുടെ ബാലനെ ഫോൺ വിളിക്കുന്നു. അങ്ങനെ ബാലൻ ഗോമതീനെ ഫോൺ വിളിക്കുന്നു. അയ്യോ അവരുടെ മരം ചുറ്റി പ്രേമം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കഥ നിർത്തി വീട്ടിൽ പോകാൻ ഒരവസ്ഥയാണ് അവരുടെ ആ ഒരു മരം ചുറ്റി പ്രേമം കാണുക എന്ന് പറയുന്നത്. അയ്യോ ദേവിക നമ്മുടെ ഗോമതി കാണിക്കുന്നതും ബാലനും കാണിക്കുന്നതും എന്തോ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ കണ്ടതല്ലേ? അയ്യോ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റില്ല. അതുപോലെയാട്ടോ പോകുന്നത്. അവരുടെ അങ്ങനത്തെ കുറെ ചളി വർത്താനവും നമ്മുടെ ബാലന്റെ ഓവർ ആക്ടിങ്ങും ഒക്കെ ആയിട്ട് അങ്ങനെ പോകുന്ന കുറച്ച് സീനുകളൊക്കെ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ എത്താണ് നമ്മുടെ ബാലന്. രണ്ടിലൊന്നും അറിയണമല്ലോ, എങ്ങനെയെങ്കിലും നമ്മുടെ ബാലൻ അറിഞ്ഞേ പറ്റൂ. ആര്യനും ഇത്രയുമായിട്ട് എന്താണ് നമ്മുടെ മിഥുന്റെ ബന്ധമെന്ന്. മിഥുനൊന്നും അറിയില്ല. ഏതായാലും ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞു അയാളുടെ ബോധം തെളിഞ്ഞിട്ടുണ്ട്, പുള്ളി ബോധം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ ബാലനൊന്ന് കാണണമല്ലോ. അപ്പൊ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും തന്നെ പുള്ളിക്കാരൻ കണ്ണ് തുറന്ന് കിടക്കുക മിഥുൻ. അപ്പൊ മിഥുനോട് ചോദിക്കുന്നുണ്ട്, മിഥുനെ നല്ലിട്ട് സോറി വിളിക്കുന്നൊന്നുമില്ല, പേരൊന്നും നമ്മുടെ ബാലൻ അറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നീയും ആര്യനും മിത്രയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് എനിക്ക് അറിയണം, അതെനിക്ക് അറിഞ്ഞേ പറ്റൂ. ആരാ നിന്റെ മിത്ര? ആര്യനുമായിട്ട് എന്താ ബന്ധം? നിനക്ക് ആ കുടുംബവുമായിട്ട്, അതും കൃഷ്ണമംഗലവുമായിട്ട് എന്താ ബന്ധം എന്നിങ്ങനെ എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നാളെ കാണാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും മിസ് ചെയ്ത് കളയാതെ കാണുക. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. നമ്മളിപ്പോൾ ഇതിൽ ചെയ്യുന്നത് ദേവിയുടെയും ബാലന്റെയും പ്രമോ വിശേഷം മാത്രമാണ്. നാളെ വരാൻ ഉള്ള കറക്റ്റ് വിശേഷം നമ്മൾ വൈകിട്ട് ഇടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ രാവിലെ ഫുൾ വിശേഷം ഇടാത്തത് കേട്ടോ. ഇനിയിപ്പോൾ ഫുൾ വിശേഷം ഇടണം കേൾക്കണം എന്ന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്തേരാ കേട്ടോ. അപ്പം ഞാൻ അതനുസരിച്ച് രാവിലെ ഫുൾ വിശേഷവുമായിട്ട് വരാം. അപ്പോൾ എല്ലാവരും കാത്തിരിക്കാൻ പറ്റാത്ത ബൈ ബൈ, ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുതേ.